ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അച്ചമ്മയുടെ 80ാമത്തെ പിറന്നാൾ ഗംഭീരമായിട്ട് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ചന്ദ്രോദയത്തിലെ കുടുംബാംഗങ്ങളെല്ലാം. അച്ചമ്മയ്ക്ക് എന്തെങ്കിലും പിറന്നാൾ സമ്മാനം പിറന്നാൾ ദിവസം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുവാണ് രവീന്ദ്രനും സച്ചിയും ശ്രീകാന്തും ഒക്കെ കൂടിയിട്ട്. അപ്പോൾ ശ്രീകാന്ത് അത് വർഷമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പറയാം എന്നൊക്കെ തീരുമാനിച്ചിട്ടൊക്കെ പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേസമയം സച്ചി ആണെങ്കിൽ രേവതിയോട് പറയുന്നുണ്ട്, തൻ്റെ മനസ്സിലെ സങ്കടങ്ങളെല്ലാം തുറന്നു പറയുവാണ്. 60ാമത്തെ പിറന്നാളിന് അച്ചമ്മക്കായിട്ട് എന്തെങ്കിലും കൊടുക്കണം എന്ന് തനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് താൻ ചെറുതായത് കൊണ്ട് തന്നെ ഒന്നും അച്ചമ്മക്കായിട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു അത്യാവശ്യം വരുമാനമൊക്കെ വരുന്നുണ്ട് രേവതി, എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ട് അച്ചമ്മക്കായിട്ടെന്ന് പറയുമ്പോഴേക്കും രേവതിയും അതിന് സമ്മതിക്കുന്നുണ്ട്. എന്ത് മേടിച്ചെടുക്കണമെന്നാ സച്ചിയേട്ടൻ തീരുമാനിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഒരു മാല മേടിക്കാൻ രേവതി, ഒരു 2-3 പവൻ്റെ മാലയെങ്കിലും മേടിക്കണം എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, അതിന് കുറച്ച് കാശ് അധികം ആവില്ലേ സച്ചിയേട്ടാ, 2.5-3 ലക്ഷമെങ്കിലും വന്ന് നിൽക്കും എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഞാൻ ആരുടെത്തെങ്കിലും കടം മേടിക്കുന്നതിൽ നിനക്ക് കുഴപ്പമുണ്ടോ, ഏതെങ്കിലും ഫിനാൻസിയേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ മേടിക്കുന്നതിൽ? അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, നമ്മുടെ അച്ചമ്മക്ക് വേണ്ടിയല്ലേ, അച്ചമ്മക്ക് എന്ത് കൊടുത്താലും അത് കൂടുതലൊന്നും ആവത്തില്ലെന്ന് രേവതി പറയുന്നുണ്ട്. കാരണം സച്ചിക്ക് ആദ്യമായിട്ട് കാർ മേടിച്ചു കൊടുത്തതും സച്ചിക്ക് ഒരു അമ്മയുടെ സ്നേഹം കൊടുത്തതും എല്ലാം അച്ചമ്മയാണ്. അതുകൊണ്ട് തന്നെ സച്ചിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും അച്ചമ്മക്ക് ചെയ്യണം എന്നുണ്ട്. അതുകൊണ്ട് തന്നെ സച്ചി ഇറങ്ങിത്തിരിക്കുവാണേ ഈ സ്വർണം മേടിക്കാനുള്ള കാശിനായിട്ട് കടം മേടിക്കാൻ വേണ്ടിയിട്ട് കുറേ പേരെ സമീപിക്കുവാണ് സച്ചി. പക്ഷേ സച്ചിക്ക് ഒരു തരത്തിലും ആരും ഇത്രയും ലക്ഷം രൂപയൊന്നും കൊടുക്കുന്നില്ല. അറിയാവുന്നവരോടൊക്കെ പോയി സച്ചി കെഞ്ചുന്നുണ്ട്. പക്ഷേ എല്ലാവരും പറയുന്നു, അയ്യോ ഇത്രയും ലക്ഷം രൂപയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല സച്ചി, വില കുറച്ച് പൈസയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ മറിക്കാൻ വേണ്ടിയൊക്കെ തന്നാനായിരുന്നു, പക്ഷെ ഇത്രയും രൂപയൊന്നും ഇല്ല എന്നൊക്കെ ഒരാൾ പറയുന്നുണ്ട്. അതേസമയം വേറൊരാൾ പറയുന്നതോ, കുറച്ച് മുമ്പ് വന്നൂടായിരുന്നോ സച്ചി, ഇപ്പോൾ ഒരാൾക്ക് ഞങ്ങൾ കൊടുത്ത് തീർത്തേ ഉള്ളൂ പൈസയൊക്കെ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് വേറൊരാളും പറയുന്നുണ്ട്. അതേസമയം സച്ചി ഒരു പലിശക്കാരൻ്റെ അടുത്ത് പോവുകയാണേ, അയാളുടെ അടുത്ത് പോയി 3 ലക്ഷം രൂപ പലിശക്ക് ചോദിക്കുമ്പോഴേക്കും അദ്ദേഹം പറയുന്നുണ്ട്, സച്ചി എന്തെങ്കിലും ജാമ്യത്തിന് എന്തെങ്കിലും വെക്കാതെ ഞങ്ങൾ ഇത്രയും ലക്ഷം രൂപയൊന്നും തരത്തില്ല എന്ന് പറയുമ്പോൾ സച്ചി പറയും, പലിശ എത്ര വേണമെങ്കിലും തരാം, പ്ലീസ് എനിക്ക് അത്രയും രൂപ ഒന്ന് തരുമെന്ന് ചോദിക്കുമ്പോൾ പോലും പലിശക്കാരൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ലേ, സച്ചി എന്തെങ്കിലും പ്രോപ്പർട്ടിയോ സ്വർണ്ണോ എന്തെങ്കിലും വെക്കാതെ ഇത്രയും ലക്ഷം രൂപ ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ചമ്മയ്ക്ക് സ്വർണം മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൈസക്കായിട്ട് വന്നത്, അപ്പോൾ സ്വർണം മേടിക്കാൻ സ്വർണം തന്നെ ജാമ്യത്തിന് വെക്കണം എന്ന് പറഞ്ഞാൽ എന്തൊരു ഇതാണ് സാർ, പ്ലീസ് സാർ എങ്ങനെയെങ്കിലും പൈസ ഒപ്പിച്ച് താന്ന് പറയുമ്പോഴേക്കും കൊടുക്കുന്നില്ലേ, ഇല്ല സച്ചി ഒന്നും എനിക്കിവിടെ ഈട് വെക്കാതെ ഞാൻ ഒന്നും തരത്തില്ല എന്നാണ് ആ പലിശക്കാരൻ പറഞ്ഞിട്ട് സച്ചിയെ വിടുന്നത്. സച്ചിക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട്. കാരണം തൻ്റെ അച്ചമ്മയ്ക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് സച്ചിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നല്ലോ. സച്ചിയുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഭയങ്കര നിരാശയിൽ ലാസ്റ്റ് വീട്ടിലോട്ട് പോവാണ്. അവിടെ രേവതിയുടെ അടുത്തിട്ട് പോയിട്ട് തൻ്റെ സങ്കടങ്ങൾ പറയുവാണ് സച്ചി. സച്ചി വരുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ അച്ചമ്മയ്ക്ക് സ്വർണം മേടിക്കണം എന്ന് പറഞ്ഞായിരുന്നില്ലേ, എനിക്കറിയാവുന്ന ഒരു കടയുണ്ട്, ജ്വല്ലറി ഉണ്ട്, നമുക്ക് അവിടെ പോയിട്ട് മേടിക്കാം, അദ്ദേഹം എനിക്ക് കുറച്ച് പൈസയൊക്കെ കുറച്ച് തരും എന്ന് പറയുമ്പോഴേക്കും സച്ചി ഇങ്ങനെ ഭയങ്കര നിരാശയെ പറയുന്നുണ്ട്, രേവതി അച്ചമ്മയ്ക്ക് മാലയൊന്നും മേടിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നമുക്ക് എന്തെങ്കിലും സാരിയൊക്കെ മേടിച്ചു കൊടുക്കാമെന്ന് പറയുമ്പോൾ രേവതിക്കും സങ്കടമാവുകയെ. രേവതി ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, അല്ല രേവതി ഞാൻ അറിയാവുന്ന 5-6 പേരോട് പോയി ചോദിച്ചു ഇത്രയും പൈസയൊക്കെ, പക്ഷെ ആരും തരുന്നില്ല രേവതി, പലിശ എത്ര വേണമെങ്കിലും കെട്ടാന്ന് പറഞ്ഞിട്ട് പോലും ഒരാളും ഇത്രയും കാശ് തരുന്നില്ല, എന്തെങ്കിലും ഈട് വെക്കാതെ തരത്തില്ലെന്നാണ് എല്ലാവരും പറയുന്നത്, കാറൊക്കെ വെക്കാൻ പറയുന്നെന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, കാറിൻ്റെ ഡ്യൂ തന്നെ നമ്മൾ അടച്ചു തീർന്നിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ കാറ് വെക്കും സച്ചിയേട്ടാ? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതാ രേവതി, വേണ്ട ഒന്നും വേണ്ട, ഒന്നും നമുക്ക് അച്ചമ്മക്കായിട്ട് വല്ല സാരി വല്ലതും മേടിച്ചു കൊടുക്കാൻ രേവതി, എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ള, എനിക്ക് ഒരുപാട് സ്നേഹം തന്നിട്ടുള്ള അച്ചമ്മയാണ്, അച്ചമ്മയ്ക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, പോട്ടെ ഒന്നും നടക്കില്ല, എനിക്ക് ഉറപ്പായി, അച്ചമ്മക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ എന്നൊക്കെ സച്ചി പറയുവാണേ. നമുക്കൊരാവശ്യം വന്നാൽ നമ്മളെ സഹായിക്കാൻ ആരുമില്ല രേവതി, അതെനിക്കിന്ന് മനസ്സിലായി എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ എന്തിന് ഇത്രയും വിഷമിക്കുന്നത്, ഇപ്പോൾ എന്താ അച്ചമ്മയ്ക്ക് സ്വർണം മേടിക്കണം, അതിന് വഴിയുണ്ടെന്ന് പറയുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്ത് വഴി, കടം ചോദിച്ചിട്ട് ആരും തന്നില്ലല്ലോ രേവതി എന്ന് പറയുമ്പോൾ രേവതി പറയുവാണേ, സച്ചിയേട്ടാ എൻ്റെ സ്വർണം അമ്മയുടെ കയ്യിൽ ഇരിക്കുമല്ലേ, നമുക്കത് മേടിക്കാം, അതെടുത്ത് നമുക്ക് വിൽക്കുകയോ പണയം വെക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അച്ചമ്മക്ക് സ്വർണം മേടിച്ചു കൊടുക്കാമെന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്,
ഏയ് അതൊന്നും ശരിയാവില്ല. ആ സ്വർണം വേണ്ടെന്ന് നീ ശപഥം എടുത്തിട്ടല്ലേ അമ്മയുടെ കയ്യിൽ കൊടുത്തത്. അത് പോയി ഇനി നമ്മൾ എങ്ങനെ തിരിച്ചു മേടിക്കാനാ? അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഞാൻ ഇനി എന്തെങ്കിലും സ്വർണം എൻ്റെ ദേഹത്ത് അണിയുന്നുണ്ടെങ്കിൽ അത് സച്ചിയേട്ടൻ മേടിച്ചു തന്നതായിരിക്കുള്ളൂ എന്നാണ് ഞാൻ ശപഥം എടുത്തത്. ഇതെനിക്ക് വേണ്ടിയിട്ടല്ലല്ലോ, നമ്മൾ അച്ചമ്മക്ക് വേണ്ടിയിട്ടല്ലേ ചോദിക്കുന്നത്. അതിനു വേണ്ടി ഒരു കുഴപ്പമില്ല, നമുക്ക് പോയി ചോദിക്കാം. നമുക്ക് ആ സ്വർണം മേടിച്ച് പണയം വെക്കാം. എന്നിട്ട് എപ്പോഴെങ്കിലും പൈസ നമ്മുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ ആ സ്വർണം എടുപ്പിച്ചിട്ട് നമുക്ക് വീണ്ടും അമ്മക്ക് തന്നെ കൊടുക്കാം. പ്രശ്നം തീർന്നില്ലേ എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്നാലും രേവതി അത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഒരു കുഴപ്പമില്ല സച്ചിയേട്ടാ, നമ്മുടെ അച്ചമ്മക്ക് വേണ്ടിയിട്ടല്ലേ, അച്ചമ്മക്ക് വേണ്ടി നമുക്ക് ആ സ്വർണം മേടിക്കാമെന്ന് പറയുവാണേ. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, അച്ചമ്മ തന്ന സ്വർണം നമ്മൾ അച്ചമ്മക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നത് പോലെ ആവില്ലേ രേവതി എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അച്ചമ്മയുടെ ആഗ്രഹം ഞാൻ സ്വർണ്ണമിട്ട് കാണണമായിരുന്നു എന്നാണ്. പക്ഷേ എൻ്റെ ആഗ്രഹവും സച്ചിയേട്ടൻ അച്ചമ്മക്ക് സ്വർണ്ണമിട്ട് കാണണം എന്നതാണ്. അപ്പോൾ പിന്നെ ആ സ്വർണം ചോദിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല എന്ന് രേവതി പറയുവാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട് വീണ്ടും, രേവതി നമ്മളിപ്പോൾ പോയി സ്വർണം ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ നമ്മൾ എന്തൊക്കെ പറയുന്നത് നിനക്ക് ഊഹിക്കാലോ. നിങ്ങളുടെ ശബ്ദമൊക്കെ എവിടെ പോയി, എന്തായി, അതായി അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ വെറുതെ കുറ്റപ്പെടുക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യും രേവതി. എങ്ങനെ പോയി ചോദിക്കാനാന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, നമ്മൾ എന്തിനാ സച്ചിയേട്ടാ ചോദിക്കുന്നത്, നമുക്ക് അച്ഛനെ കൊണ്ട് ചോദിപ്പിക്കാം, അച്ഛൻ ചോദിച്ചാൽ അമ്മ തരുമല്ലോ എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആ അത് നല്ല ഐഡിയ, അച്ഛൻ ദേ അവിടെ പത്രം വായിച്ചുകൊണ്ടിരിപ്പുണ്ട്, നമുക്ക് പോയി അച്ഛനോട് ഈ കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് സച്ചിയും രേവതിയും കൂടി രവീന്ദ്രൻ്റെ അടുത്തോട്ട് പോവുകയാണേ. പക്ഷേ രവീന്ദ്രൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും രണ്ടുപേരുടെ സ്വഭാവം മാറും. അവർക്ക് ഈ കാര്യം രവീന്ദ്രനോട് പറയാൻ ഭയങ്കര ചമ്മലും മടിയൊക്കെ. രണ്ടുപേരും രവീന്ദ്രൻ്റെ മുമ്പിൽ കിടന്ന് പരിങ്ങി കളിക്കുവാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ സച്ചി, എന്താ അവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും, എന്താ നീ പറഞ്ഞു. അച്ഛൻ ഭക്ഷണം കഴിച്ചു എന്ന് ചോദിക്കുവാണെങ്കിൽ സച്ചിക്കാണെങ്കിൽ ആ കാര്യം സ്വർണത്തിൻ്റെ കാര്യം പറയാൻ മടി. അപ്പോൾ രവീന്ദ്രൻ പറയും, ആ ഇല്ലടാ കഴിച്ചിട്ടില്ല, നമുക്ക് എല്ലാവരും വന്നിട്ട് ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്ന് പറയുവാണ്. അപ്പോൾ സച്ചി വീണ്ടും ഇങ്ങനെ പരിങ്ങി നിൽക്കുവേ. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും, എന്താടാന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ നീ പറഞ്ഞോ. എനിക്കല്ല അച്ഛാ, ദേ ഈ രേവതിക്കാ പറയാനുള്ളതെന്ന് പറയുവാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കും, എന്താ രേവതി, എന്താ കാര്യം പറഞ്ഞോ എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, അത് പിന്നെ അച്ഛാ, അച്ഛൻ കഴിച്ചോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയും, അതിനുള്ള മറുപടിയല്ലേ മോളെ ഞാനിപ്പോൾ പറഞ്ഞത്, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ആ ശരി അച്ഛാ. എന്നിട്ട് വീണ്ടും രണ്ടുപേരും ഇങ്ങനെ പരിങ്ങി കളിക്കുവേ. എന്നിട്ട് രേവതി പറയുന്നുണ്ട്, അച്ഛാ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്താ കാര്യം പറഞ്ഞോ. ഏയ് ഒന്നുമില്ല എന്ന് പറയുവാണ്. അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്തോ കാര്യം എന്നോട് പറയാൻ വേണ്ടി വന്നതാ, പക്ഷെ നിങ്ങൾക്കത് പറയാൻ വയ്യ, പറ മക്കളെ എന്ന് പറയുവാണേ. അപ്പോഴേക്കും സച്ചി കാര്യം അവതരിപ്പിക്കുവാണ്, അച്ഛാ രേവതിയുടെ സ്വർണം അമ്മയുടെ കയ്യിലില്ലേ. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ആ എന്താടാ സച്ചി. അല്ല അച്ഛാ അതൊന്ന് തിരിച്ചു മേടിച്ച് തരാവോ, ഒരു കാര്യമുണ്ടെന്ന് പറയുവാണേ. അപ്പോഴേക്ക് രവീന്ദ്രൻ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുവാണ് ഇവരുടെ ഈ സംഭാഷണം. അതേസമയം സുധി പുറത്തിരിഞ്ഞ് ഒളിഞ്ഞും കേൾക്കുന്നുണ്ട്. കാരണം സ്വർണത്തിൻ്റെ കാര്യം കേൾക്കുന്നതും സുധിക്ക് ഷോക്കാവുകയാണേ. സച്ചി ചോദിക്കുന്നുണ്ട്, അച്ഛാ അതൊന്ന് ചോദിച്ചു മേടിച്ച് തരുമെന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ മക്കളെ അത് ഇവളുടെ സ്വർണ്ണമല്ലേ, ഇവളുടെ കയ്യിൽ തന്നെ വെക്കാൻ ഞാൻ പറഞ്ഞതുമല്ലേ. നിങ്ങളുടെ സ്വർണം നിങ്ങൾക്ക് തിരിച്ചു മേടിക്കുന്നതിൽ എന്താ ഇത്ര മടി, അത് തിരിച്ചു മേടിച്ച ഒരു കുഴപ്പമില്ല എന്ന് രവീന്ദ്രൻ പറയുവാണേ. ശ്രുതിയുടെ നെഞ്ചൊക്കെ കിടന്നപ്പോൾ അവിടെ കിടന്ന് ഇടിക്കുവാണ്. ദൈവമേ സ്വർണ്ണം ഇവിടെ ഇല്ലല്ലോ എന്നുള്ള വിചാരമാണ്, ടെൻഷനാണ് ശ്രുതിക്ക്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ വെറുതെ അതും ഇതും പറഞ്ഞ് ഞങ്ങളെ ദേഷ്യം കൊള്ളിക്കുന്ന വർത്താനമൊക്കെ പറയൂ അച്ഛാ, അച്ഛൻ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ തരുമല്ലോ എന്ന് പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, അതിനെന്താ ഞാൻ മേടിച്ചു തരാം, അവളിപ്പോൾ ബാമ്മയുടെ വീട്ടിലോട്ട് പോയിരിക്കുക, അവൾ തിരിച്ചു വരട്ടെ, തിരിച്ചു വരുന്നതും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ട് മോളുടെ സ്വർണ്ണങ്ങളൊക്കെ മേടിച്ചു തരാമെന്ന് രവീന്ദ്രൻ പറയുവാണ്. സുധി ഭയങ്കരമായിട്ട്, അയ്യോ ഇനി എന്ത് ചെയ്യും, രേവതിയുടെ സ്വർണ്ണം ഇല്ലല്ലോ, അമ്മയടുത്താണെങ്കിൽ സ്വർണ്ണം വിറ്റ കാര്യം പറഞ്ഞിട്ടുമില്ല, എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് സുധി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. രേവതിക്കും സച്ചിക്കും സന്തോഷമായി, കാരണം അച്ഛൻ അമ്മയടുത്ത് ഈ കാര്യം പറഞ്ഞിട്ട് സ്വർണ്ണം മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ശ്രുതിയാണെങ്കിലോ ഇവരെന്താ ഇത്ര പെട്ടെന്ന് സ്വർണം ചോദിച്ചത്, വെച്ചേയുള്ളല്ലോ, അതിൻ്റെ അപ്പം തന്നെ ഇവർ വന്ന് സ്വർണം ചോദിക്കാൻ, ഇനി ഇവരെന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവോ എന്നുള്ളൊരു വിചാരമാണ് ശ്രുതിക്ക്. ശ്രുതി നേരെ ഓടുവാണേ ബാമയുടെ വീട്ടിലോട്ട്. അവിടെയാണെങ്കിലോ ചന്ദ്ര ബാമ എടുത്ത് ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. കാരണം ശ്രുതിക്ക് വേണ്ടിയിട്ട് രേവതിയുടെ സ്വർണം പണയം വെച്ച കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ബാമ പറയുന്നുണ്ട്, എന്തിനാ ചന്ദ്ര ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നീയും നിൻ്റെ മോനും ഇവിടെയൊന്നും ജീവിക്കേണ്ടവരല്ല, നിങ്ങളൊക്കെ നല്ല ഒന്നാം തരം ക്രിമിനൽസാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ദേ ബാമേ
വെറുതെ ഓരോന്നും പറയല്ലേ. എൻ്റെ മോനൊരാവശ്യം വന്നു കഴിയുമ്പോഴേക്കും പിന്നെ എന്നെ സഹായിക്കേണ്ടത് ഞാനല്ലേ എന്ന് പറയുവാണ്. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, ആ രേവതിയെ നീ ദിവസവും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം നിനക്കൊരാവശ്യം വന്നപ്പോൾ അവളുടെ സ്വർണ്ണമല്ലേ നിനക്ക് ഉപകരിച്ചുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരുവേ. നീ ഇങ്ങനെ അവളെ സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും പറഞ്ഞു, ഞാനിനി ഇങ്ങോട്ടേക്കൊന്നും വരില്ല എന്ന് പറയുമ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, അല്ല ചന്ദ്രേ, രേവതിയുടെ സ്വർണം അവൾ പെട്ടെന്നൊക്കെ തിരിച്ചു ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അവൾ തിരിച്ചൊന്നും ചോദിക്കില്ല. അവൾ വേണ്ടാന്ന് പറഞ്ഞ് ശബദമൊക്കെ വെച്ചുപോയ സ്വർണ്ണമല്ലേ, പിന്നെന്തിനാ അവൾ തിരിച്ചു ചോദിക്കുന്നത്? ഒരു 7-8 മാസത്തിനുള്ളിൽ ആ പണയം വെച്ച സ്വർണം ഞങ്ങൾ എടുപ്പിക്കും. എന്നിട്ട് അത് അതേപോലെ തന്നെ ലോക്കറിൽ കൊണ്ടുപോയി വെച്ചാൽ പോരെ, പ്രശ്നം തീർന്നില്ലേ എന്നൊക്കെ പറയുവാണേ. അപ്പോൾ ഭാമ ഒന്നും മിണ്ടാതെ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുവാണ്. ഈ സമയത്താണ് സുധി വീട്ടിലോട്ട് ഓടി വരുന്നത്. സുധിയുടെ പരാക്രമം കാണുമ്പോഴേക്കും ചന്ദ്രക്ക് ടെൻഷനാവുകയാണ്. എന്താ സുധി, എന്താ നീ ഇതിങ്ങനെ ഓടി വരുന്നതെന്ന് ചോദിക്കുവാണേ. സുധിക്കപ്പം അതെങ്ങനെ അവതരിപ്പിക്കണം എന്നറിയാതെ കടന്ന് തപ്പി കളിക്കുവാണേ. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എന്താടാ സുധി, നീ കാര്യം പറ. അമ്മേ, ആ സച്ചി അവിടെ വന്നിട്ട് സ്വർണ്ണങ്ങൾ തിരിച്ചു ചോദിക്കുവാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, സ്വർണ്ണോ? ഏത് സ്വർണം? അതാ രേവതിയുടെ സ്വർണം, അത് അവന് തിരിച്ചു വേണമെന്ന് അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക അവിടെ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അതെന്തിനാണ് അവൻ തിരിച്ചു ചോദിക്കുന്നേ? ഇനി അവൻ വല്ലതുമൊക്കെ അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, ഇല്ലമ്മേ, ഇവർക്ക് വേറെ എന്തോ ആവശ്യമുണ്ട്, അതിനുവേണ്ടി ചോദിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത്. അമ്മ തിരിച്ചു വന്നതിന് ശേഷം അച്ഛൻ തന്നെ ആ സ്വർണം മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ ഇരുത്തിരിക്കുവാന്നൊക്കെ പറയുവാണേ. അപ്പോഴേക്കും ഭാമ ചിരിക്കുക, എൻ്റെ ചന്ദ്രേ, 7 മാസത്തിനുള്ളിൽ നീ ഇപ്പം സ്വർണം തിരിച്ചെടുത്ത് കൊടുക്കാമെന്ന് ഇപ്പം പറഞ്ഞ് നാക്കകത്തോട്ടിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ദേ സ്വർണം ചോദിച്ച് സച്ചി വന്നിരിക്കുന്നു. ഇനി നീ എന്ത് ചെയ്യാൻ പോകുന്നു ചന്ദ്രയെന്ന് ചോദിക്കുവാണേ. അപ്പോഴേക്കും ചന്ദ്ര പറയും, നീയൊന്നും മിണ്ടാതിരിക്കേണ്ട ഭാമേ. സുധി, ഞാനിപ്പോൾ വീട്ടിൽ പോയാൽ അവരെന്തായാലും എൻ്റെ അടുത്ത് സ്വർണം ചോദിക്കും. എന്ത് ചെയ്യും സുധി? ഞാനാണെങ്കിൽ ആ സ്വർണത്തിന് വേണ്ടി ഒരുപാട് അവരുടെ അടുത്ത് ഡയലോഗ് അടിച്ചതാണ്. ആ സ്വർണം ചോദിക്കുമ്പോഴേക്കും തിരിച്ചു കൊടുത്തില്ലെങ്കിൽ എനിക്ക് ആകെ നാണക്കേടാകും. ഒരു കാര്യം ചെയ്യ് സുധി, നീ എളുപ്പം, ഞാൻ എങ്ങനെയെങ്കിലും പൈസയൊക്കെ ഒപ്പിച്ച് തരാം, നീ എളുപ്പം പോയി ആ സ്വർണ്ണം എടുത്തോണ്ട് വാന്ന് പറയുവാണേ. അപ്പോൾ സുധി വീണ്ടും ഷോക്കായിരിക്കുവാണ്. കാരണം സുധി അത് പണയമല്ലല്ലോ, വിൽക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്. അതാണെങ്കിൽ ചന്ദ്രയോട് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ സുധി പറയുന്നുണ്ട്, അമ്മേ, പക്ഷേ സ്വർണം എടുപ്പിക്കാൻ പൈസ ഞാൻ ഒപ്പിക്കാടാ. എൻ്റെ സ്വർണം നീ എന്തെങ്കിലും കൊണ്ടേ പണയം വെക്ക്, എന്നിട്ട് നീ അവളുടെ സ്വർണ്ണം ഇങ്ങോട്ടേക്ക് എടുത്തോണ്ട് വാന്ന് പറയുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, അമ്മേ, പൈസ ഉണ്ടായിട്ടും കാര്യമില്ല, ആ സ്വർണ്ണം ഇനി എടുക്കാൻ പറ്റില്ല എന്ന് പറയുവാണ്. അപ്പോൾ ചന്ദ്ര ചോദിക്കും, എടുക്കാൻ പറ്റില്ലെന്നോ? നീ എന്താടാ ഈ പറയുന്നേ? അമ്മേ, ഞാൻ ആ സ്വർണം പണയമല്ല വെച്ചത്, വിറ്റതാന്ന് പറയുവാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രക്ക് വീണ്ടും ഷോക്കാവാണ്. ചന്ദ്ര ഇങ്ങനെ ദേഷ്യത്തിൽ സുധി ഇങ്ങനെ നോക്കിയിട്ട് ഒരുപാട് അടി അടിക്കുന്നുണ്ടേ. എന്തിനാടാ വിറ്റതെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഒരുപാട് തല്ലുന്നുണ്ടേ. അപ്പോൾ സുധി പറയുന്നുണ്ട്, അമ്മേ, പണയം വെച്ച അത്രയോ ലക്ഷം രൂപയൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് അമ്മേ ഞാൻ വിറ്റതെന്ന് പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എടാ, അവരെപ്പോഴെങ്കിലും ആ സ്വർണം തിരിച്ച് ചോദിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേടാ, പണയം വെക്കാനല്ലേടാ പറഞ്ഞത്. നീ എന്തിനാടാ എന്നിങ്ങനെ എനിക്ക് എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് തല്ലുന്നുണ്ടേ സുധിയെ. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, ചന്ദ്രേ, നിനക്ക് ആ സ്വർണ്ണമില്ലാതെ വീട്ടിൽ പോകാൻ പറ്റില്ല, ഇനി എന്താ നീ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുവാണേ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.